എത്തിക്കഴിഞ്ഞു. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുക. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിന് മുന്നിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം.
നമസ്കാരം. ഈ വർഷത്തെ ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഐറ്റമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഒരു ട്രെയിനിന്റെ ശബ്ദം. അടുത്തായിട്ട് ഒരേ സമയം 2 ട്രെയിൻ പോകുന്ന ശബ്ദം. അടുത്തായി ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ഇനി നമുക്കൊരു സ്പോർട്സ് കാറിന്റെ ശബ്ദം കിട്ടുക. സൂപ്പർ. ഇനി നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദം കേൾക്കാം. ആദ്യമായി അമ്പലത്തിൽ കൊട്ടുന്ന ഇടയ്ക്കര ശബ്ദം. ഇനി നമുക്കൊരു കുടിക്കിന്റെ ശബ്ദം കേൾക്കാം. ഇനി നമുക്കൊരു ഇംഗ്ലീഷ് മൂവിയുടെ ട്രെയിലറിലേക്ക് പോകാം. ഇനി നമുക്ക് കുറച്ച് വെറൈറ്റിയിലേക്ക് പോകാം. പഴയ കാലത്ത് ഒരു മിമിക്സ് പരേഡ് നമുക്ക് കേട്ടു നോക്കാം. ഇനി നമുക്ക് കുറച്ച് ബീറ്റ് ബോക്സിലേക്ക് പോകാം. അതിനു മുമ്പേ ഒരു മൂളിപ്പാട്ടുകളുള്ള ടീം നമുക്ക് കേട്ടിട്ട് പോകാം. ഇനി നമുക്ക് കുറച്ച് ബീറ്റ് ബോക്സിലേക്ക് പോകാം.
Let's go. Thank you so much. ബുദ്ധന് ബാബുകളാരും എന്തിരി കണ്ണികളാരും ചില്ലറ തെറ്റുകളാരും ലക്ഷിതമാകുന്നതാരും ദുഃഖമേറുന്നതാരും ആയിരമായിരം കൂടുതൽ നിന്നവരായിരമായിരം കണ്ണീരിട്ട് കരഞ്ഞ് തിരികെത്തിരുന്ന് പണകായായിരമായിരം സ്നേഹത്തിൽ വിത്തുകൾ പാടിയ നേടിയ വിദ്യകളായിരമായിരം ഒരു വെല്ലം പൊന്നും പൂവും കരിനീല ചാമ്പും കുഞ്ഞിൽ നിന്നും ഇതോടി പാട്ടും
സമ്മതമോ കന്മതമോ കടകണ്ടി കട്ടെടുത്തോ കെട്ടിടാമുട്ടി
പല സമ്മതമോ കൊതിപ്പോ കണ്ണിടുമോ വിടുമ്പോൾ ആദ്യം ഞാനും കാണിക്കൊള്ളാം फोटो को सीने से चिपका ले से या प्यारी गाल से मेरे फोटो को सीने से चिपका ले से या प्यारी गाल से प्यारी गाल से akamaga
कितनी चक्कर वाली तेरी से आता तेरी चार लोना तेरी बंदा യുപിയും 1981 ഹൈസ്കൂളും 1997 ഹയർ സെക്കൻഡറിയും ഉൾപ്പെടെ പടിപടിയായി ഉയർന്ന നമ്മുടെ വിദ്യാലയം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ പല പ്രമുഖ വ്യക്തികൾക്കും അറിവിന്റെ കലവറ തുറന്നു നൽകിയിട്ടുണ്ട്. 61ാം വാർഷികം ആഘോഷിക്കുന്ന GBHSS പുതുപ്പള്ളി എന്ന ഈ സരസ്വതി നിലയത്തിന്റെ വാർഷിക ആഘോഷ ദൃശ്യവിരുന്ന് കലാകേളി 2K25 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുപ്പള്ളിക്കാർക്ക് പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത മുഖമാണ് യശസ്വരീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിന്റേത്. അദ്ദേഹത്തിന്റെ പുത്രൻ പുതുപ്പള്ളിയുടെ യുവരക്തവും വിദ്യാഭ്യാസ വിദഗ്ധനുമായ നമ്മുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർകളെ ഭദ്രദീപം കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സാബു പുതുപ്രമൻ അറുകൽ, ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി സൈന പി ഗോപാൽ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ജിനു വി കുമാർ, PTA പ്രസിഡന്റ് ശ്രീ സതീഷ് പ്രഭ, ശ്രീമതി ജയകല ബി, പ്രിയപ്പെട്ട ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളിയിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, കഥാകേളി എന്ന് പേരിട്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീമതി ശൈലജകുമാരി ടീച്ചറിനെ ആദരിക്കുന്ന ഈ ചടങ്ങിലും വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണ് സ്വാഗതം പോലും ഞാൻ വേണ്ട എന്ന് വെച്ചത്. എന്താണെന്ന് അറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമുക്കൊരു 3.5 ഏക്കർ ഒരാൾ വിട്ടു തന്നിട്ടുണ്ട്. അവിടെ ഇവിടുത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫുട്ബോൾ പഠിക്കാനായിട്ടൊരു ഫുട്ബോൾ അക്കാഡമി വരുന്നു എന്നുള്ള സന്തോഷ വിവരം ഞാൻ അറിയിക്കുക.
ആ ഫുട്ബോൾ അക്കാഡമി നോക്കാൻ ചെന്നൈയിൽ നിന്ന് ആൾ വന്നിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് 12 മണി, ഞാൻ പറഞ്ഞു 5 മണി, ഈ പരിപാടികളെ കഴിഞ്ഞ് 5 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞു. അപ്പോൾ കൃത്യം 5 ആകുമ്പോൾ ഞാൻ അവിടെ കാണണം. കാരണം മര്യാദ കാണിക്കണം. നമ്മൾ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞൊരു കാര്യമാണ്, പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിൻ്റെ സെൻ്ററാക്കും. അതിൻ്റെ ഭാഗമായിട്ട് കൂരോപ്പടയിൽ ഉമ്മൻചാണ്ടി സ്പോർട്സ് അറീന, എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള സ്പോർട്സ് എന്താ പറയുക, ടർഫ്, ഫുട്ബോൾ ടർഫ്, സ്കൂൾ കുട്ടികൾക്ക് ID കാർഡ് കാണിച്ചാൽ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് കളിച്ചാൽ മതി, പക്ഷെ കൂരോപ്പട വരെ പോകണം. അതിനുശേഷം ഞാൻ പറഞ്ഞു അയർക്കുന്നത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ, അവിടെ മാർച്ച് 1 കൊണ്ട് അവിടെയും ഒരു ബാഡ്മിൻ്റൻ്റെ കോർട്ട് സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആക്കുന്ന വിധത്തിൽ അവിടെയും ഒരു ബാഡ്മിൻ്റൺ കോർട്ട് തുടങ്ങാൻ പോകും. മാർച്ച് 1 അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ പുതുപ്പള്ളി മീനം ബോർഡറിൽ, അതും സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആക്കിക്കൊണ്ട് തുടങ്ങുന്നതായിരിക്കും എന്നുള്ള സന്തോഷവരും കൂടി ഞാൻ. അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്പോർട്സിനെ കേന്ദ്രീകരിച്ച് വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ 3 ടർഫുകൾ, അതുപോലെ തന്നെ ഫുട്ബോൾ അക്കാഡമി. ഫുട്ബോൾ അക്കാഡമി നിങ്ങൾക്കറിയാം, ഞാൻ ഇടയ്ക്ക് നിന്ന് കുറച്ച് യാത്ര ചെയ്തു. ഒന്ന് പോയത് കാനഡയിലെ ഒരു ക്ലബ്ബുമായിട്ട് ചർച്ച ചെയ്യാനാണ്. അപ്പം അങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഒരു US അല്ലെങ്കിൽ കനേഡിയൻ ക്ലബിനെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾക്ക് പരിശീലനം തരുവാൻ, നിങ്ങളെ മികച്ച സ്പോർട്സിൻ്റെ വിദ്യാർത്ഥികളാക്കി മാറ്റുവാൻ വേണ്ടി. അപ്പം ചില പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അങ്ങനെയുള്ള ചില സമയത്താണ് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്, ചിലപ്പോൾ മറ്റുള്ള പ്രവൃത്തികൾ ഏർപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്ന്. ഇന്നലെ ഞാനൊരു ചെറിയൊരു യാത്ര നടത്തി. എന്തിനാണെന്നറിയാമോ? കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രിയെ കാണുവാൻ. ഗജേന്ദ്ര ഷെക്കാവത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കണ്ട് ഞാൻ ഒരു അഭ്യർത്ഥന കൊടുത്തിരിക്കുന്നത്, പുതുപ്പള്ളിയെ ഒരു റിലീജിയസ് ടൂറിസം സെന്ററാക്കി വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രധാനപ്പെട്ട അമ്പലവും പള്ളിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ആരൊക്കെ മലമ്പുഴ പോയിട്ടുണ്ട്? ഒരാൾ മാത്രമേ ഉള്ളൂ, 2 പേര്. മലമ്പുഴയിൽ റോപ്പ് വേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ റോപ്പ് നമ്മുടെ പുതുപ്പള്ളിക്കും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടാണ് ഡൽഹിയിൽ നിന്നും വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ അടിസ്ഥാന വികസനത്തിനോടൊപ്പം കൊണ്ടുവരുവാൻ. റോഡുകളുടെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ എനിക്ക് അതിനകത്ത് പരിമിതിയുണ്ട് കേട്ടോ. റോഡുകളുടെ ഉത്തരവാദിത്വം MLAക്ക് ഇല്ല. 2 തരം റോഡുകളേ ഉള്ളൂ, PWDയും പഞ്ചായത്തും. MLAക്ക് ഫണ്ട് അലോട്ട് ചെയ്യാവുന്ന റോഡ് മാത്രമേ ഉള്ളൂ. ആ ഒരു പരിധിക്കപ്പുറം. അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പരിമിതിയുണ്ട്, അതിൽ എല്ലാ MLAമാർക്കും പരിമിതിയുണ്ട്. അപ്പം ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്താ സാധിക്കും. കഴിഞ്ഞ വർഷം 2500ഓളം കുട്ടികൾക്കാണ് നമ്മളിവിടെ സ്കോളർഷിപ്പ് കൊടുത്തത് മണ്ഡലത്തിൽ. എൻ്റെ ആഗ്രഹം ഇപ്രാവശ്യം നടക്കുമെന്നറിയില്ല, പക്ഷെ ഒരു 4 ഇരട്ടി വിദ്യാർത്ഥികൾക്കെങ്കിലും സ്കോളർഷിപ്പ് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ. അറ്റ്ലീസ്റ്റ് 4 നടന്നില്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ഈ സ്കൂള് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ്. ഈ സ്കൂളിന് വേണ്ടിയും ഞാൻ 35 ലക്ഷം രൂപ ഇവിടെ മേളിൽ ഓഡിറ്റോറിയം പണിയാൻ വേണ്ടി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പറഞ്ഞുകൊണ്ട്, അടുത്ത പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ അടുത്ത പ്രാവശ്യം പറ്റുമോ, പണി തീരുമോ? അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിങ്ങളോടൊപ്പം നമ്മൾ ഈ ആനിവേഴ്സറി ആഘോഷിക്കുക നിങ്ങളുടെ പുതിയ ഓഡിറ്റോറിയത്തിലായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ. ഇനി ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഫണ്ട് അലോട്ട് ചെയ്താലും കളക്ടറേറ്റിൽ ഇപ്പൊ പിടിച്ചു വെക്കുക. SDF പക്ഷെ ഇത് ADS പോയെന്നല്ലേ. ADS കുഴപ്പമില്ല. SDF-ൽ ഏത് ഫണ്ട് അലോട്ട് ചെയ്താലും കഴിഞ്ഞ 3 മാസമായിട്ട് പിടിച്ചു വെച്ചിരിക്കുക. അത് നിങ്ങൾക്കത് ബാധകമല്ല, ADS വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അടുത്ത വർഷം നിങ്ങളോടൊപ്പം പുതിയ ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ എന്താ പറയുക ആനിവേഴ്സറി ആഘോഷിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലും, അതുപോലെ തന്നെ റിട്ടയർ ചെയ്യണം ടീച്ചറെ പുതിയൊരു ഇന്നിങ്സിനായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നതല്ല, സ്റ്റാർട്ടിങ്ങാ. പുതിയൊരു ഇന്നിങ്സ് എന്ന് ഞാൻ പറയുന്നത്. പുതിയ ഇന്നിങ്സ് വെച്ചാൽ സമൂഹത്തിനും വീടിനും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം ഒത്തിരി സമയം ചെലവഴിച്ചു. ഇന്ന് വേറൊരു തലത്തിലേക്ക് നിങ്ങൾ ടീച്ചർ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ, പുതിയൊരു സമൂഹത്തിന് വേണ്ടിയും സർക്കാരിന്റെ ചില നിയമങ്ങൾ കൊണ്ടാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇച്ചൂടെ നാളെ തുടങ്ങുന്നതിന്
അപ്പോൾ പുതിയൊരു ഇന്നിങ്സിനായിട്ട് ടീച്ചർ പോകുമ്പോൾ ടീച്ചറിനും വലിയൊരു കൈയടി കൊടുത്ത് നിങ്ങൾ ആ യാത്ര അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് വൽ. ശ്രീമതി ശൈലജകുമാരി ടീച്ചർക്ക് ഉപഹാരം സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഉപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട MLA. Thank you, sir. വേളം വെക്കുന്നില്ലല്ലോ, ഓളം വെക്കുന്നില്ലല്ലോ. ഉദ്ഘാടനത്തിന് ശേഷം സ്വാഗത പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്കൂളിലെത്തിയ നമ്മുടെ MLA ശാന്തി ഉമ്മൻ അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ സാബു പുതുപ്പുറങ്ങൾ അവരാണ്, എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിനു പി കുമാർ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ്. ഒരുപാട് നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശൈലജ ടീച്ചറിനെ കുറിച്ച് താമസിക്കുന്ന 2-3 വാക്കുകൾ. വളരെ അധികം സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഒരാളാണ്. വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചറാണ്. ടീച്ചറിന്റെ സേവനം ആരംഭിക്കുന്നത് നെടുങ്കണ്ടത്ത് BHSയിൽ എൻ്റെ അച്ഛനാളൊക്കെ ടീച്ചറോടൊപ്പം കൊണ്ടാടിയത് ഓർക്കുന്നു. ഇനിയുള്ള കാലം ടീച്ചറിന് ഏറ്റവും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്ന ഏറ്റവും സ്നേഹത്തോടു കൂടി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ HM മാഡം ടീച്ചർ തിരുവനന്തപുരത്ത് വന്നതാണ്. അധികം കാലമായിട്ടില്ല ടീച്ചർ നമ്മുടെ സ്കൂളിൽ. നമ്മുടെ PTA പ്രസിഡന്റ് നമ്മുടെ ഉള്ള ആളാണ്. എല്ലായ്പ്പോഴും ഒരു കണക്കാണ് ഇങ്ങോട്ട് പ്രോഗ്രാമുകൾ ബഹുമാനീയനും ആദരണീയനുമായ PTA പ്രസിഡന്റ് നമ്മളെ 31 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ബഹുമാനീയ